എല്ലാ വിഭാഗം ആളുകളും ഇന്ത്യയിൽ സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയില്ല. പൗരത്വ നിയമം കൊണ്ടുവരുന്നതിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്ന നീക്കം അത് മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുക എന്ന സമീപനത്തിന്റെ ഭാഗമാണ്. മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആർക്കും മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാന്തപുരം ഈ മോദിയുമായിട്ട് കൂടിക്കാഴ്ച എടുത്തതിനു ശേഷം കാന്തപുരം പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വളരെയധികം സുരക്ഷ. അതൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളും വിവാദങ്ങളുമുള്ള പ്രശ്നങ്ങളാണിത്. അതിപ്പോ പെട്ടെന്ന് അത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്താൻ ഞാൻ തയ്യാറില്ല. LDF-ലും പാർട്ടിയിലും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷം എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളത് ശരി. അത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്തതിനു ശേഷമേ പറയാൻ പറ്റില്ല. ഏകപക്ഷീയമായി സുരക്ഷിതരാണ് എന്നൊരു അഭിപ്രായം ഉണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞ അത് കൂടുതൽ ചർച്ച ചെയ്തതിനു ശേഷം പറയാം. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ കാന്തപുരം പറഞ്ഞു എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പൊ അത് മുസ്ലിം വിഭാഗത്തിനോടെല്ലാം മുസ്ലിം വിഭാഗങ്ങളും ക്രൈസ്തവരും ഇന്ത്യയിൽ സുരക്ഷിതരാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, കേരളത്തിൽ ഇതൊന്നും ബാധകമല്ല. കേരളത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ആവശ്യമായത്ര സംരക്ഷണമുണ്ട്. അതുപോലെയല്ല എല്ലാ സംസ്ഥാനങ്ങളിലും. ഭാഷയുടെ പേരിൽ വസ്ത്രം, ഭക്ഷണം, ഇങ്ങനെയുള്ള ആചാരം, ഇതിന്റെ എല്ലാം പേരിൽ മനുഷ്യനെ വേർതിരിച്ച് നേരിടുന്ന സമീപനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് അത്തരം ഒരു അനുഭവങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ വിഭാഗം ആളുകളും ഇന്ത്യയിൽ സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയില്ല. പൗരത്വ നിയമം കൊണ്ടുവരുന്നതിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്ന നീക്കം അത് മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുക എന്ന സമീപനത്തിന്റെ ഭാഗമാണ്. മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആർക്കും മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൗരത്വത്തിന്റെ കൺസെപ്റ്റ് തന്നെ വേറെയാണ്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം ഇന്ത്യക്കകത്ത് നിൽക്കുക. അതൊന്നും ഇല്ലാതായി കഴിഞ്ഞിട്ടില്ല. അപ്പൊ കാന്തപുരം ഇപ്പൊ പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് കൂടുതലും ഞാൻ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. ഇനി എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ആവശ്യമായത്ര ചർച്ച നടത്തിയതിനു ശേഷം നമുക്ക് പറയാം. വേണ്ടി കാണാം. മാറ്റം അത് മുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിലോ ഒരു കൃത്യമായിട്ടുള്ള ചർച്ച നടന്നിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു പൊതു സമീപനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തൊരു വിശദീകരണം ഇനി അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. ചർച്ച നടന്നിട്ടില്ല. നയം ഞാൻ പറഞ്ഞല്ലോ, നയം രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. നയം രൂപീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾക്ക് സ്വതന്ത്രമായ നിലപാടെടുക്കാം. നിങ്ങളെ അഭിപ്രായം പറഞ്ഞോ? ഉഭയകക്ഷി ചർച്ചകൾ ഏത് തരത്തിലാണ്, എങ്ങനെയാണ് ഇനി അടുത്ത ഘട്ട ചർച്ചകൾ? ഉഭയകക്ഷി ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. എന്നത്തേക്കാണ് ആരംഭിക്കുന്നത്? ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനമോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. പൊതുരാഷ്ട്രീയ നിലപാട്, ക്യാമ്പയിനൊക്കെയായി ബന്ധപ്പെട്ട പൊതുരാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3 മേഖലാ ജാഥകൾ നടന്നത്. 3 മേഖലാ ജാഥകൾ മാത്രമല്ല, കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുന്ന ജാഥകൾ നടക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തുള്ള വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോയിട്ടില്ല. ആ ചർച്ച ചെയ്തതിനു ശേഷം പിന്നീട് പറയാം. ചില ആളുകൾ UDF-ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എല്ലാ കാലത്തില്ലേന്ന് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് എല്ലാ കാലത്തില്ലേ.